ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിക്രം ആണെങ്കിൽ എല്ലാവരെയും മുന്നിൽ വെച്ച് പറയുകയാണ്, എനിക്ക് വർഷ ഒരുപാട് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. വർഷയ്ക്ക് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട്. അതേസമയം വർഷയുടെ ചേട്ടന്മാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവുമാകുന്നു. മാധവൻ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് പറയാമെന്നൊക്കെ. വർഷയുടെ മൂത്ത ചേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും അച്ഛനും അമ്മയും തീരുമാനം എടുക്കട്ടെന്നൊക്കെ. വിക്രം ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. കാർഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിൽ അന്വേഷിച്ചാൽ മതി, എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാമെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പോകുന്നു. വർഷയുടെ രണ്ട് ചേട്ടന്മാരും വിക്രം പോയതിനു ശേഷം പറയുന്നുണ്ട്, നല്ല പൈസയുള്ള ആളാണ്, ഇത് നടന്നാൽ നല്ലതാണെന്നൊക്കെ പറയുന്നു. സുചിത്ര എപ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയായിരുന്നു രാജീവും, പക്ഷെ എന്തായി കാര്യങ്ങൾ, എന്തായാലും ആലോചിച്ചിട്ടൊക്കെ തീരുമാനമെടുത്താൽ മതി എന്നൊക്കെ പറയുന്നു. വന്ദന പറയുന്നുണ്ട്, എന്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട, വർഷയുടെ കാര്യം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന അവിടെ നിന്ന് പോകുന്നു. അതേസമയം വർഷ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ വിവാഹത്തെക്കുറിച്ച് ആരും തിരക്കിട്ട തീരുമാനമൊന്നും എടുക്കണ്ട എന്നൊക്കെ. അങ്ങനെ പറഞ്ഞിട്ട് വർഷയും പോകുന്നു. ശേഷം കാണിക്കുന്നത് വർഷ ദിയമോളുടെ അടുത്തിരുന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വർഷയുടെ രണ്ട് ചേട്ടന്മാരും വന്ന് വർഷയെ ഉപദേശിക്കുകയാണ്. വർഷയോട് പറയുന്നുണ്ട്, ഈ വിവാഹാലോചന നല്ല ആലോചനയാണ്, നീ വിവാഹത്തിന് സമ്മതിക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വന്ദനയും അവിടേക്ക് വരുന്നുണ്ട്. വന്ദന വർഷയെ ഉപദേശിക്കുന്നുണ്ട്, ഇത് നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനമെടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു. വർഷ തന്റെ അഭിപ്രായം രണ്ട് ചേട്ടന്മാരോടായിട്ടും പറയുന്നു. വർഷ പറയുന്നുണ്ട്, ഹരിത ചേച്ചിയെ തട്ടിക്കൊണ്ട് വന്നത് കൊണ്ടാണല്ലോ ചേട്ടൻ ഇപ്പോൾ കഷ്ടപ്പെടുന്നത്, അതുപോലെ ഒരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല, സുചിത്ര ചേച്ചിയാണെങ്കിൽ പഠിക്കാത്തത് കൊണ്ട് ഇവിടെ കിടന്ന് അടിമ പോലെ ജോലി ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം നന്നായിട്ട് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കണമെന്നാണ്, അത് കഴിഞ്ഞ് എനിക്ക് വിവാഹമൊക്കെ മതിയെന്ന് പറയുന്നു. എനിക്കാണെങ്കിൽ ഒരു മുൻപരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വിവാഹാലോചനയുമായിട്ട് വരികയാണ്, അതും കോടീശ്വരനായ ഒരാൾ, എന്നെപ്പോലെയുള്ള ഒരു സാധാരണ പെണ്ണിന്റെ അടുത്തേക്ക്. എന്നെപ്പോലെയുള്ള പെൺകുട്ടികൾ അതിൽ വീണ് വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ലോകപരിചയം എന്നൊക്കെ പറയുന്നു. വന്ദന ഏട്ടനോട് പറയുന്നുണ്ട്, അവളെ സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കാനെങ്കിലും കുറച്ച് സമയം കൊടുക്കാനെന്നൊക്കെ. രണ്ട് ചേട്ടന്മാരും പോയതിനു ശേഷം വന്ദനയും വർഷയും ഏട്ടന്മാരെ കുറിച്ച് പറയുകയാണ്. രണ്ടുപേരും ഈ വിവാഹം നടത്താൻ വേണ്ടി ഉത്സാഹിക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. വന്ദനയും പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, നിന്റെ നല്ല ഭാവിയൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അവർക്ക് എങ്ങനെ പണം തട്ടാമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണെന്നൊക്കെ പറയുന്നു. വർഷ ശ്യാം തന്നുവിട്ട ഉണ്ണിയപ്പം വന്ദനയ്ക്ക് കൊടുക്കുന്നു. വന്ദന കഴിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ചന്ദ്രികയും മാധവനെയുമാണ്. രണ്ടുപേരും വർഷയുടെ കാര്യം സംസാരിക്കുകയാണ്. ചന്ദ്രിക പറയുന്നുണ്ട്, ആ പയ്യൻ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെ. മാധവൻ അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, മാന്യമായിട്ട് വന്നല്ലേ ചോദിച്ചതെന്നൊക്കെ പറയുന്നു. വർഷ രണ്ടുപേരെയും അടുത്തേക്ക് ഉണ്ണിയപ്പവുമായിട്ട് വരുന്നുണ്ട്. ഇത് ശ്യാമിന്റെ അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു, ഇത് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മാധവൻ ഉണ്ണിയപ്പം കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് താൻ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്, താൻ കഴിച്ചു നോക്കാനെന്ന് പറയുന്നു. ചന്ദ്രിക കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ നാത്തൂൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടെന്ന്, അതേ ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. ചന്ദ്രികയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. പഴയതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ചന്ദ്രികയാണെങ്കിൽ മാധവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാജീവിന്റെ വക്കീൽ മുദ്രപത്രം വായിക്കുകയാണ്. രാജീവ് മേനോന്റെ സ്വത്തുക്കളുടെ എല്ലാം പൂർണ്ണ അവകാശം ദിയമോൾ കാണുന്നു. ക്ക് 18 വയസ്സ് തികയുന്നിടം വരെ ആർക്കും ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള അവകാശമില്ലെന്നും നിത്യ ചെലവിനുള്ള പൈസ മാത്രം എഴുതിയെടുക്കാമെന്നുമാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, തന്റെ മകൾ പ്രായപൂർത്തിയായതിനു ശേഷമേ തന്റെ അമ്മ ശ്രീവിദ്യയ്ക്കും അതുപോലെ സഹോദരിയായ രാഗിക്കും എന്തെങ്കിലും അവകാശമുണ്ടാകത്തുള്ളൂ എന്ന്. സാഗറിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. സാഗറിന്റെ അമ്മ പറയുന്നുണ്ട്, ശ്രീവിദ്യ മരിച്ചുപോയി, ഇനി ആ പെണ്ണ് വളർന്നു വരുമ്പോഴേക്കും നിങ്ങളെല്ലാം തട്ടിപ്പോകുമല്ലോ എന്നൊക്കെ പറയുന്നു. അടുത്തതായി എഴുതിയിരിക്കുന്നത്, ഈ വിൽപത്രത്തിൽ പറഞ്ഞതിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഈ സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിൽ പോകുമെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് വക്കീൽ പറയുന്നു. രാഗി അപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ എഴുതാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന്. രാജീവ് മേനോൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു. രാജീവ് മേനോൻ മരിച്ചത് കൊണ്ട് ഇത് നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ അറിയിച്ചതാണെന്നൊക്കെ പറയുന്നു.
വക്കീൽ ഇപ്പോൾ പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇനിയും ഒരു വിൽപത്രം കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. സാഗർ അതെവിടെയെന്ന് ചോദിക്കുന്നു. വക്കീൽ ഇപ്പോൾ പറയുന്നുണ്ട് അത് അടച്ച മുദ്രപത്രമാണെന്ന്. അത് തുറക്കാൻ വേണ്ടി ഒരു ഡേറ്റും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് അന്ന് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. സാഗർ അപ്പോൾ ചോദിക്കുന്നുണ്ട് അത് വക്കീൽ തന്നെയല്ലേ തയ്യാറാക്കിയത്, അതിനകത്ത് എന്താണുള്ളതെന്ന് ചോദിക്കുന്നു. വക്കീൽ ഇപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ എന്തായാലും പറയത്തില്ല, അടച്ച വിൽപത്രം തുറക്കുന്ന ഡേറ്റ് ഉണ്ട്, അന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. അത് മാത്രമല്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ വേണം അത് പറയാനെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ വ്യവസ്ഥകൾ അടങ്ങിയ കടലാസ് പൊട്ടിക്കുമ്പോൾ എന്നോടൊപ്പം പോലീസുകാരും ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു. വക്കീൽ എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. സാഗറിന്റെ അമ്മ അപ്പോൾ രാജീവിനെ പ്രാകുകയാണ്. ആത്മാവിന് പോലും നല്ലതുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശേഷം കാണിക്കുന്നത് ജഗനെയാണ്. ജഗൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുകയാണ്. പെൻഷൻ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ജഗൻ അയാളെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് വന്ദന അവിടേക്ക് വരുന്നുണ്ട്. വന്ദനെ കാണുമ്പോൾ ജഗൻ ആണെങ്കിൽ നിർത്തുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്